നമസ്കാരം. ഇറാൻ യുദ്ധത്തെക്കുറിച്ചാണ്. ഈ യുദ്ധത്തിൽ, ഈ സംഘർഷത്തിൽ ഏറ്റവും വലിയ സംഭവമായി ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്നത് IRS ദേന എന്ന ഇറാനിയൻ യുദ്ധക്കപ്പലിനെ അമേരിക്കയുടെ ആക്രമണത്തിൽ മുക്കിക്കളഞ്ഞതാണ്. അതും മുക്കിക്കളഞ്ഞത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ചാണ്. നിരവധി നാവികർ കൊല്ലപ്പെട്ടു. ചിലരെയൊക്കെ നമ്മളുടെ ശ്രീലങ്കയുടെ നാവികസേന രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇതിനെ ഇന്ത്യയിലെ ചിലർ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ പതിവ് പോലെ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ നടന്ന ഒരു എക്സർസൈസ്, മിലൻ എന്ന് പറയുന്ന എക്സർസൈസിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന കപ്പലാണ് മുങ്ങിപ്പോയത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ മുക്കിക്കളഞ്ഞത്, അമേരിക്ക ആക്രമിച്ചത് എന്നുള്ളതാണ്. അത് ഇന്ത്യക്ക് നാണക്കേടാണ്, ഇന്ത്യയിൽ വന്നു പോയ കപ്പലല്ലേ എന്നൊക്കെയാണ് ചോദ്യം. ആ ഭാഗത്തേക്ക് നമുക്ക് പിന്നീട് വരാം. പക്ഷേ ഈ ഒരു സംഭവത്തെക്കുറിച്ച് എനിക്ക് എൻ്റേതായ ഒരു നിരീക്ഷണം ഞാൻ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ, പല ഘടകങ്ങൾ ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ചില ചിന്തകൾ വരുന്നത്. അത് പൂർണ്ണമായിട്ട് ശരിയാവണമെന്നില്ല, പക്ഷേ ഏതാണ്ടൊക്കെ ശരിയാവാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇറാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ യുദ്ധക്കപ്പലിനെ കുരുതി കൊടുക്കുകയായിരുന്നോ എന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. അത് വെറുതെ പറയുന്ന കാര്യമല്ല, അതിന് ചില കാരണങ്ങൾ, വ്യക്തമായ കാരണങ്ങൾ ഉണ്ട് താനും. പക്ഷേ അതിനു മുമ്പ് ഇപ്പോൾ യുദ്ധത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് വളരെ ചുരുക്കത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പോലെ, അല്ലെങ്കിൽ ഫുട്ബോൾ മാച്ച് കമൻട്രി പറയുന്നത് പോലെ യുദ്ധത്തിൻ്റെ കമൻട്രി പറയുന്ന മലയാളം ചാനലുകളെയാണ് നമ്മൾ കാണുന്നത്. അത് താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ചില കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രമാണ് ഈ വാർ അപ്ഡേറ്റ്സ് ആദ്യം പറയുന്നത്. ഒന്ന്, വളരെ തുടക്കത്തിൽ തന്നെ, ഏതാനും ദിവസങ്ങൾ മുമ്പ് തന്നെ നമ്മൾ ഈ പരിപാടിയിൽ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു കരയുദ്ധത്തിന് യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ കാരണം. അത് വളരെ കൃത്യമായിട്ട് ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാൻ അമേരിക്കയെയും ഇസ്രായേലിനെയും വെല്ലുവിളിച്ചിട്ടുണ്ട് കരയുദ്ധത്തിന് വേണ്ടി. അവർ ഒരിക്കലും ആ വെല്ലുവിളി ഏറ്റെടുക്കില്ല എന്ന് ഇറാന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് ഇറാൻ അങ്ങനെ ഒരു വെല്ലുവിളി നടത്തുന്നത്. പക്ഷേ ആ വെല്ലുവിളിയുടെ മറ്റൊരു സൂചന ഇറാൻ തളർന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ ഈ യുദ്ധം കൊണ്ട് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ സാധിക്കില്ല എന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞയാളാണ് ഞാൻ. കാരണം ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്ക വിചാരിക്കുന്നത് പോലെ പാകിസ്ഥാൻ പോലെ ഒരു രാജ്യമല്ല ഇറാൻ. ഇറാനിൽ മതഭരണകൂടമാണ്, മതഭീകര ഭരണകൂടമാണ്. സ്വന്തം രാജ്യത്തെ യുവാക്കളെ 36,500ഓളം പേരെയാണ് കഴിഞ്ഞ 2-3 മാസങ്ങൾക്കുള്ളിൽ അവർ കൊന്നുകളഞ്ഞത്. അത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം നടത്തി. അതെല്ലാം മറന്നിട്ടാണ് ഇന്ത്യയിലെ ഇടത് ലിബറൽ ആൾക്കാരെല്ലാം കൂടെ ഇറാൻ ഭരണകൂടത്തിന് വേണ്ടി നിൽക്കുന്നത്. കാരണം ഇന്ത്യ ഗവൺമെൻറ് ഇറാൻ ഭരണകൂടത്തോടൊപ്പം അല്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് അവർ ഇതിന് നിൽക്കുന്നത്. പിന്നെ അമേരിക്കൻ വിരുദ്ധത എന്ന് പറഞ്ഞ് മറ്റൊരു ഉഡായിപ്പ് മുദ്രാവാക്യവും അതിനോടൊപ്പമുണ്ട്. പക്ഷേ ഇറാൻ ഭരണകൂടം ലോകം കണ്ടതിലെ ഏറ്റവും ക്രൂരമായ ഭരണകൂടങ്ങളിൽ ഒന്നായിട്ട് ചരിത്രം വിലയിരുത്താൻ പോകുന്ന ഭരണകൂടമാണ്. അതേപോലെ അയത്തുള്ള ഖമനേയി എന്ന് പറയുന്ന ഈ കൊല്ലപ്പെട്ട ആത്മീയ നേതാവും അതുപോലെ ഒരു ഭരണാധികാരിയായിരുന്നു. ചെറു ബാലികമാർ അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണെങ്കിൽ അവരെ കൊല്ലുന്നതിന് മുമ്പ് അവരെ റേപ്പ് ചെയ്യണമെന്ന് എഴുതി വച്ചിട്ട് പോയ ആളാണ് അദ്ദേഹം. കാരണം അവരെ റേപ്പ് ചെയ്ത് അവർ കന്യകമാരായിട്ട് മരിച്ചു കഴിഞ്ഞാൽ അവർ സ്വർഗ്ഗത്തിൽ പോകും. അതുകൊണ്ട് സ്വർഗ്ഗത്തിൽ പോകാതിരിക്കാൻ അവരെ റേപ്പ് ചെയ്തിട്ട് കൊല്ലണമെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ ഈ മനുഷ്യന് വേണ്ടിയാണ് ഇവിടെ ഇന്ത്യയിൽ തെരുവിലിറങ്ങുന്നത്. അതിന് കാരണം ഇന്ത്യ വിരുദ്ധതയാണ്, വേറെ യാതൊന്നുമല്ല. അങ്ങനെ ഒരു കാര്യം അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് നമ്മൾ പറയുന്നത് ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവില്ല എന്ന്. കാരണം ഇത്രയും ഒക്കെ വൃത്തികേടുകൾ ചെയ്യുന്ന ഒരു മതഭരണകൂടമാണെങ്കിലും വളരെ വ്യവസ്ഥാപിതമായ ശക്തമായ ഒരു ചട്ടക്കൂട് അവർക്കുണ്ട് എന്ന് മാത്രമല്ല, അതുപോലെ തന്നെ പാകിസ്ഥാനെക്കാട്ടിലൊക്കെ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു സൈന്യം അവിടെ ഉണ്ട്. ആ സൈന്യവും ഉണ്ട്, ഇതുപോലെ ഒരു ചട്ടക്കൂടും ഉള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഭരണമാറ്റം ഈ യുദ്ധത്തിലൂടെ കൊണ്ടുവരാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ സാധിക്കില്ല. അത് സാധിക്കണം എന്നുണ്ടെങ്കിൽ ഇറാനിലെ തന്നെ ജനങ്ങൾ അതിനായിട്ട് തെരുവിലിറങ്ങണം. അവർക്ക് ഇപ്പോൾ തെരുവിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 36,500 എന്നുള്ളത് ഇപ്പോൾ ഇൻ്റർനാഷണൽ മീഡിയ പറയുന്ന കണക്കാണ്. ഒരുപക്ഷെ അതിലും കൂടാം. അത്രയും യുവജനങ്ങളെ കൊന്ന ഒരു ഭരണകൂടമാണ്. അടിച്ചമർത്തുകയായിരുന്നു അവർക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു ഞെട്ടലിൽ നിൽക്കുന്ന
ജനങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ തെരുവിലിറങ്ങാൻ മടിക്കും. അതുകൊണ്ട് തന്നെ ഭരണമാറ്റവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. കാര്യങ്ങൾ ആ രീതിയിലേക്കാണ് പോകുന്നത്. ഇനി നടക്കാൻ പോകുന്ന 1-2 കാര്യങ്ങൾ പറയാം. ഇപ്പോൾ പശ്ചിമേഷ്യയിലെ മറ്റെല്ലാ രാജ്യങ്ങളിലേക്കും GCC രാജ്യങ്ങളിലേക്കും ഇറാൻ ശക്തമായ ആക്രമണം നടത്തുന്നുണ്ട്. പക്ഷേ ചില യുദ്ധവിദഗ്ധർ പറയുന്നതനുസരിച്ച് ഇറാൻ്റെ ഈ സ്ട്രൈക്കിംഗ് കേപ്പബിലിറ്റി, ആക്രമിക്കാനുള്ള ആ ഒരു ശക്തിയിൽ വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അവർക്കിപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചാണ് അവർ അറ്റാക്ക് നടത്തുന്നത്. ഈ മിസൈലുകൾ അവരുടെ പക്കൽ തീർന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകൾ ഇപ്പോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ഈ മിസൈലുകൾ അവർ ഒരു അവസാന ഘട്ടത്തിലേക്ക് മാറ്റിവെച്ചതാവാമെന്ന് ചിലരൊക്കെ പറയുന്നുണ്ടെങ്കിലും അതായിരിക്കാൻ സാധ്യത കുറവാണ്. മിസൈലുകളുടെ സ്റ്റോക്ക് തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. 10,000-3000 മിസൈലുകൾ അവർക്കുണ്ടായിരുന്നു. ഇതിൽ എത്രത്തോളം അവർ ഉപയോഗിച്ചു എന്നറിയില്ല. ഒരുപക്ഷെ ചിലതൊക്കെ അമേരിക്കൻ ആക്രമണത്തിൽ അതിൻ്റെ സ്റ്റോക്ക് തന്നെ ഇല്ലാതായിരിക്കാം. പക്ഷേ എന്തായാലും ഡ്രോണുകൾ ഇഷ്ടം പോലുണ്ട്. തുർക്കിയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ലഭിച്ച ഡ്രോണുകളുണ്ട്. ഈ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഈ സ്ട്രൈക്കിംഗ് കേപ്പബിലിറ്റിയിൽ, അതായത് ആക്രമിക്കാനുള്ള ശക്തിയിൽ ഇറാന് കുറവ് വന്നിട്ടുണ്ട്. അമേരിക്കയ്ക്കും ഉണ്ട് പ്രശ്നം. ഇതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള, ഈ മിസൈലുകളായാലും ഡ്രോണുകളായാലും ഇതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ അമേരിക്ക ഉപയോഗിക്കുന്ന പാട്രിയറ്റ് സംവിധാനം അതും വലിയ ചിലവുള്ളതാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ചിലവേറിയ യുദ്ധമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് അമേരിക്ക ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻ്റർസെപ്റ്റേഴ്സ് ചിലവ് കുറഞ്ഞത് ഉക്രൈനിൽ നിന്നൊക്കെ മേടിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ യുദ്ധം ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഇരു കൂട്ടർക്കും വലിയ തോതിൽ പ്രഷർ വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇപ്പോഴത്തെ ലക്ഷ്യം യഥാർത്ഥത്തിൽ ഇറാനെ ഈ പറയുന്ന നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് കൊണ്ടുവരിക, അതായത് ഒരു സമവായ ചർച്ചയ്ക്ക് ഇറാനെ കൊണ്ടുവരിക, അതിനുവേണ്ടി ഇറാനെ പാകപ്പെടുത്തിയെടുക്കുക, അതിനുവേണ്ടി പരമാവധി ഇറാനെ ക്ഷീണിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ലക്ഷ്യം. ഇത് വളരെ കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് ക്ഷീണം സംഭവിച്ചു, അമേരിക്ക കുടുക്കിലായി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നുമല്ല. അവർക്കും അറിയാം എത്രത്തോളം ഇറാന് പിടിച്ചു നിൽക്കാനാവും, അവർ എത്രത്തോളം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം. അമേരിക്കയ്ക്ക് അറിയില്ലെങ്കിലും ഇസ്രായേലിന് വളരെ കൃത്യമായിട്ട് ഇതറിയാം. അതനുസരിച്ച് തന്നെയാണ് യുദ്ധം പോകുന്നത്. പക്ഷേ രണ്ട് കൂട്ടർക്കും ഈ കാര്യത്തിൽ വലിയ തോതിൽ പ്രഷർ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് യുദ്ധമുഖത്തു നിന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർ അപ്ഡേറ്റ്സ്. അതുകൊണ്ട് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ ഇറാൻ നടത്തുന്ന ഈ ആക്രമണങ്ങൾ ഒരു പക്ഷേ കെടാൻ പോകുന്നതിന് മുമ്പുള്ള ആളിക്കത്തലും ആകാൻ സാധ്യതയുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ IRS ഡേറ എന്ന് പറയുന്ന ഈ കപ്പൽ ഇറാൻ കുരുതി കൊടുത്തതാണോ എന്ന വലിയ സംശയമുണ്ട്. കാരണം വളരെ കൃത്യമാണ്. 2-3 കാരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇന്ത്യയിൽ നടന്ന ഈ മിലൻ എക്സർസൈസിന് വേണ്ടിയിട്ടാണ്, നാവികാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഈ കപ്പൽ വന്നത്. ഈ നാവികാഭ്യാസത്തിൽ ഇറാൻ മാത്രമല്ല നിരവധി രാജ്യങ്ങളുണ്ടായിരുന്നു, അതിൽ അമേരിക്ക പോലും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നാവികാഭ്യാസത്തിന് വരുമ്പോൾ ഇവർ സാധാരണ വെപ്പൺസ് കൊണ്ടുവരാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ തീർത്തും ആയുധങ്ങളില്ലാത്ത ഒരു യുദ്ധക്കപ്പലായിരുന്നു IRS ദേന എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയുള്ള ഒരു കപ്പൽ ഇങ്ങനെയൊരു യുദ്ധം നടക്കുന്ന പരിതസ്ഥിതിയിൽ എന്തിനാണ് വീണ്ടും ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലേക്ക് പോയത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഒരു സാധാരണ ഒരു നാവിക യുദ്ധങ്ങളെക്കുറിച്ച് അറിയാവുന്ന, അല്ലെങ്കിൽ വെറും യുദ്ധത്തെക്കുറിച്ച് പോലും അടിസ്ഥാന പാഠങ്ങൾ അറിയാവുന്നവർ, അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല, അവർക്ക് ചെറുത്ത് നിൽക്കാൻ, ആക്രമിക്കാൻ പോയിട്ട് ചെറുത്ത് നിൽക്കാൻ പോലും പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ അവർ ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകാതെ ഇന്ത്യൻ വാട്ടേഴ്സിൽ തന്നെ, ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള സമുദ്രത്തിൽ തന്നെ അവർ നങ്കൂരമിട്ട് കിടക്കുകയായിരുന്നു നോർമലി ചെയ്യേണ്ടത്. അവരത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അവർ ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലേക്ക് പോയി, അന്താരാഷ്ട്ര സമുദ്ര അതിർത്തി കടന്ന് മുമ്പോട്ട് പോയി എന്ന് മാത്രമല്ല, നേരെ ശ്രീലങ്കയിലേക്കാണ് പോയത്. ശ്രീലങ്ക പോയിട്ട് ശ്രീലങ്കയുടെ ഏറ്റവും താഴെ, അതായത് ഗാലെ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഏതാണ്ട് 37 കിലോമീറ്റർ ദൂരെ, അതായത് 20 നോട്ടിക്കൽ മൈൽ ദൂരെയാണ് ഇവർ ആക്രമിക്കപ്പെട്ടത്. അവർക്കൊന്നുകിൽ ഇന്ത്യയിൽ നങ്കൂരമിട്ട് കിടക്കാമായിരുന്നു, അതല്ലെങ്കിൽ അവർക്ക് ശ്രീലങ്കയിൽ ചെന്നപ്പോൾ ഈ സ്ഥിതിഗതികൾ മാറിയത് അവർക്കറിയാം, അവിടെ നങ്കൂരമിട്ട് കിടക്കാമായിരുന്നു. ശ്രീലങ്കയുടെ സമുദ്ര അതിർത്തിക്കുള്ളിൽ
നങ്കൂരമിട്ട് കിടക്കാമായിരുന്നു. ഇത് രണ്ടും അവർ ചെയ്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ശ്രീലങ്കയിലെത്തിയപ്പോഴെങ്കിലും അവർക്കത് ചെയ്യാമായിരുന്നു. കാരണം ഇറാനിൻ്റെ വലിയൊരാക്രമണം അമേരിക്കയുടെ യുദ്ധക്കപ്പലായ, അമേരിക്കയുടെ വിമാനവാഹിനി യുദ്ധക്കപ്പലായ, അമേരിക്കയുടെ അഭിമാനമായ USS ഏബ്രഹാം ലിങ്കന് നേരെ ഉണ്ടായി. ആ ഒരു ആക്രമണം അമേരിക്ക പ്രതീക്ഷിക്കാത്തതായിരുന്നു. ആ ആക്രമണത്തിൽ അമേരിക്ക പറയുന്നു യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല എന്ന് പറയുന്നെങ്കിലും പലരും പറയുന്നത് പോലെ, പലരും എഴുതിയതുപോലെ അമേരിക്കയുടെ USS ഏബ്രഹാം ലിങ്കന് കാര്യമായ ക്ഷതം ഏറ്റിട്ടുണ്ട് എന്ന് മാത്രമല്ല ചില US നാവികർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇത് കൃത്യമായിട്ട് ഇറാൻ അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും അതിന് പ്രതികാരം ഉണ്ടാകും എന്നുള്ളത് ഇറാന് മനസ്സിലാകുന്ന ബാലപാഠമാണ്, യുദ്ധത്തിലെ ബാലപാഠമാണ്. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിൽ അന്താരാഷ്ട്ര സമുദ്ര മേഖലയിൽ ഒരു ഇറാനിയൻ യുദ്ധക്കപ്പലിനെ കിട്ടുകയാണെങ്കിൽ, അതും ആയുധമില്ലാത്ത ഒരു യുദ്ധക്കപ്പലിനെ കിട്ടുകയാണെങ്കിൽ ഏത് രാജ്യമാണ് അതിനെ വെറുതെ വിടുക? ഒരു രാജ്യവും വിടില്ല. അപ്പോൾ അവർക്ക് ആക്രമിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കുന്ന പരുവത്തിലായിരുന്നു IRS ദേന. ഇതാണ് രണ്ടാമത്തെ കാരണം. അപ്പോൾ ആദ്യം ഇവർ എന്തിനാണ് അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിലേക്ക് പോയത്? ഇവർ രണ്ടാമത് എന്തുകൊണ്ട് ഇന്ത്യയിലോ ശ്രീലങ്കയിലോ നങ്കൂരമിട്ട് കിടന്നില്ല? 3, ഇങ്ങനെയൊരു വലിയ ആക്രമണം നടന്നു എന്നറിഞ്ഞിട്ട് പോലും ഇവർ വീണ്ടും ഈ അന്താരാഷ്ട്ര സമുദ്രത്തിലേക്ക് കടന്നു എന്നത് ഈ പറയുന്നത് പോലെ ഞങ്ങളെ ആക്രമിക്കൂ എന്ന് പറയുന്നതിന് തുല്യമായിരുന്നു. ഇതൊക്കെ അറിയാൻ വയ്യാത്തവരല്ല ഈ കപ്പലിൻ്റെ നിയന്ത്രണമൊക്കെ നടത്തുന്നത്. അത് കപ്പലിനുള്ളിലും കപ്പലിന് പുറത്തുമുള്ളവരൊക്കെ എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഒരു കപ്പൽ തീർച്ചയായിട്ടും ആക്രമണത്തിന് വിധേയമാകാൻ എല്ലാ സാധ്യതയുണ്ട്. എന്നിട്ടും അതിന് അവസരമൊരുക്കിയത് എന്തുകൊണ്ട്? ഇതാണ് പ്രധാനപ്പെട്ട 2-3 ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഇത് ഇറാൻ മനഃപൂർവ്വം ചെയ്തതല്ലേ എന്നുള്ള ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇറാൻ ഇത് ചെയ്യണം? ഇറാൻ ചെയ്യുന്നതിന് വളരെ വ്യക്തമായിട്ട് അവർക്ക് ലോജിക്കുണ്ട്. അവർക്ക് എല്ലാ മേഖലയെയും ഈ യുദ്ധത്തിലേക്ക് പിടിച്ചിടാൻ അവർക്ക് വലിയ താല്പര്യമുണ്ട്. ഇപ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ മുഴുവൻ ഈ യുദ്ധത്തിൻ്റെ കെടുതിയിലേക്ക് കൊണ്ടുവന്നത് ഇറാനാണ്, ഇസ്രായേലോ അമേരിക്കയോ അല്ല. അവിടെ എല്ലാം ഈ റംസാൻ മാസത്തിൽ പോലും ഇസ്ലാമിക രാജ്യങ്ങളിൽ ആക്രമണം നടത്തുന്നത് മറ്റൊരു ഇസ്ലാമിക രാജ്യമായ ഇറാനാണ്. എന്തിനാണ് ഇറാൻ ഇത് ചെയ്യുന്നത്? ഇറാൻ ഇത് ചെയ്യുന്നത് ഈ രാജ്യങ്ങളിലും അമേരിക്കയ്ക്കെതിരായിട്ട്, ഇസ്രായേലിനെതിരായിട്ട് ഒരു വികാരം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. നിങ്ങളും ഈ യുദ്ധത്തിൻ്റെ ഭാഗമാണ് എന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്, അവരെ ഒരു വല്ലാത്ത കെണിയിൽ പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുതന്നെ അവർ ഇവിടെയും പ്രയോഗിച്ചതാവാം. കാരണം ഭാരതത്തിൽ നിന്ന് പോയ കപ്പൽ, ഭാരതത്തിൽ ഒരു നാവിക അഭ്യാസത്തിന് പങ്കെടുത്ത കപ്പൽ, ഭാരതത്തിൽ മാർച്ച് ചെയ്ത നാവികർ, അവർ ഇസ്രായേലും ഇറാനും ചേർന്ന് അവരെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ഇന്ത്യ വളരെ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഭാരതത്തെ ഈ വിഷയത്തിൽ പിടിച്ച് ഈ യുദ്ധത്തിൻ്റെ നടുക്ക് ഇടാനുള്ള ഇറാൻ്റെ ഒരു കുടില ശ്രമമായിരിക്കാം ഇതിൻ്റെ മറ്റൊരു കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ വരുമ്പോൾ നമ്മൾക്കിതിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കും. ഇനി ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ത്യ വിരുദ്ധതയ്ക്ക് സാധ്യത എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഈ യുദ്ധത്തിൽ ആരുടെയോ യുദ്ധം, ആരൊക്കെയോ തമ്മിൽ യുദ്ധം ചെയ്യുന്നു, ഭാരതം അതിൽ നിന്ന് മാറി നിന്നാലും ഭാരതത്തിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇവിടെ ശ്രമം നടത്തുന്നുണ്ട്. പഹൽഗാമിലും പുൽവാമയിലും ഒന്നും കരയാത്തവരൊക്കെ ഇപ്പോൾ 5 ദിവസമായിട്ട് കശ്മീർ താഴ്വര അടച്ചു പൂട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഖമനയ്ക്ക് വേണ്ടിയിട്ട്. അതൊക്കെ നടക്കട്ടെ. ഭാരതത്തിൽ ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണല്ലോ ഇവരൊക്കെ ചെയ്യുന്നത്. ഇസ്ലാമിക രാജ്യങ്ങളിലൊന്നും ഇത്തരം യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാത്തതുകൊണ്ടാണ് ഗൾഫിലൊക്കെ ഇരിക്കുന്ന മലയാളി പോലും മിണ്ടാതെ അവിടെ ഇരുന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊരു കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് അതിനെക്കുറിച്ചല്ല. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരു വിഷയമാണ്. അതായത് ഈ പറയുന്ന ഈ ഇന്ത്യക്കാരായ ഇന്ത്യ വിരുദ്ധർ അവർ ആദ്യം തന്നെ ആരോപിച്ചത് ഇത് ഭാരതത്തിൻ്റെ മുഖത്തേറ്റ അടിയാണ്, ഭാരതം ഒന്നും ചെയ്യുന്നില്ല, ഭാരതം ഇതിൽ പങ്കെടുക്കുന്നില്ല, ഭാരതം ഈ ആക്രമണത്തെ തുടർന്ന് ഒരു കാര്യവും ചെയ്തില്ല എന്നൊക്കെയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് അങ്ങനെയല്ല സംഭവം. യഥാർത്ഥത്തിൽ ശ്രീലങ്കയുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത്. അന്താരാഷ്ട്ര നാവിക മര്യാദയനുസരിച്ച് ശ്രീലങ്കയുടെ ഗാലെ തീരത്ത് നിന്ന് 20 നോട്ടിക്കൽ മൈൽ 20 നോട്ടിക്കൽ മൈൽ 12 നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ ആ 12 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞാൽ അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയായി. അതിനപ്പുറമുള്ളത് അന്താരാഷ്ട്രമാണ്. അവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തിന് പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്
12 20 നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് വെച്ച്, ശ്രീലങ്കയുടെ 20 നോട്ടിക്കൽ മൈൽ, ഭാരതത്തിൽ നിന്ന് താഴെയാണ് ശ്രീലങ്കയ്ക്കും പടിഞ്ഞാറാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ശ്രീലങ്ക എന്നിട്ടും ശ്രീലങ്ക അതിലേക്ക് ഇടപെട്ടു. ശ്രീലങ്ക മാത്രമല്ല ഇടപെട്ടത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വിവരം കേട്ടപ്പോൾ തന്നെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഇത് ഇന്ത്യൻ നേവിയുടെ വളരെ കൃത്യമായ ഒരു അറിയിപ്പാണ്. ആ അറിയിപ്പിൽ പറയുന്നതനുസരിച്ച് IRS ദേനയിൽ നിന്ന് SOS സന്ദേശം ലഭിച്ചുടൻ തന്നെ ശ്രീലങ്കൻ നേവി അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചു. SIR എന്നാണ് പറയുന്നത്, സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിനുവേണ്ടി ശ്രീലങ്കൻ നേവി ഇറങ്ങിത്തിരിച്ചു, കാരണം ശ്രീലങ്കയ്ക്ക് അടുത്താണ്. പക്ഷേ ഇന്ത്യൻ നേവിയും അപ്പോൾ തന്നെ ഈ ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തു. എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ INS തരംഗിണി which was operating in the vicinity was deployed for aiding rescue efforts and arrived in search area by 1600 hours. അതായത് ഈ വിവരം ലഭിച്ച് മണിക്കൂറുകൾക്കകം തന്നെ ഇന്ത്യയുടെ INS തരംഗിണി ആ മേഖലയിൽ എത്തിച്ചേർന്ന് അവിടെ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷനിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ INS ഇക്ഷാക്ക്, കൊച്ചിയിലുണ്ടായിരുന്ന INS ഇക്ഷാക്കും ഈ എഫേർട്സിൽ പങ്കെടുക്കാൻ വേണ്ടി, അതായത് റെസ്ക്യൂ ഓപ്പറേഷനിൽ പങ്കെടുക്കാൻ വേണ്ടി കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് ആ മേഖലയിൽ എത്തിച്ചേർന്നു എന്നും ഇപ്പോൾ IRS ദേനയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാവികസേനയുടെ പത്രക്കുറിപ്പിൽ അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യ വിരുദ്ധത ഒരു മതബോധത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുന്നവരോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. പക്ഷേ ഇന്ത്യ മിണ്ടുന്നില്ല, ഇന്ത്യ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നവർക്കുള്ള മറുപടി ആയതുകൊണ്ട് ഇത് ചൂണ്ടിക്കാണിച്ചു എന്നും മാത്രം. എന്തായാലും യുദ്ധം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ലോകത്തെ മുഴുവൻ ഈ യുദ്ധത്തിലേക്ക് പിടിച്ചിടാൻ ഇറാൻ വളരെ കുടില തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിരുന്നു IRS ദേനയെ അമേരിക്കൻ മിസൈലുകൾക്ക് വിട്ടുകൊടുത്ത നടപടി എന്നുള്ളത് ഇനിയും കണ്ടറിയണം. തീർച്ചയായിട്ടും സ്വന്തം രാജ്യത്തെ ജനങ്ങളെ, അതും പ്രത്യേകിച്ച് യുവാക്കളെ, പതിനായിരക്കണക്കിന് യുവാക്കളെ കൊന്നുകളഞ്ഞ ഒരു ഭരണകൂടത്തിന് ഇതിനും മടിയുണ്ടാകാൻ സാധ്യത കുറവാണ്. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.